ശ്രീ ടി സിദ്ദീഖ്, അങ്ങേക്ക് അറിവുണ്ടായിരിക്കാം, ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു വയനാട്ടിൽ വനത്തിൽ തേനെടുക്കാൻ പോയ ഒരാൾ. വിവരങ്ങളുണ്ടെങ്കിൽ. അതിൽ ഈ പരപ്പമ്പാറ കോളനിയിലാണ്, കോളനിയോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്, വനത്തിനുള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇവര് തേനെടുക്കുകയും അതുപോലെ മത്സ്യം പിടിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതായിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോ അങ്ങനെ തേനെടുക്കാൻ പോയ സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം. അതില് ഈ മിനി എന്ന് പറയുന്ന സ്ത്രീ അവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അവരുടെ ഭർത്താവ് സുരേഷിന് ഇതിൽ പരിക്കുണ്ട്. ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം ഏകദേശം ആ ഏരിയയിലാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം വയനാടും ഒരു ഭാഗം മലപ്പുറം ജില്ലയുമാണ് ഉള്ളത്. ഈ വയനാട് ജില്ലയുടെ ഭാഗത്ത് നിന്ന് ഈ ബോഡി എടുക്കണമെങ്കിൽ ചെങ്കുത്തായ സ്ഥലമാണ്. 1.5 മണിക്കൂർ 2 മണിക്കൂറിലധികം താഴോട്ട് വടമിട്ട് ഇറങ്ങിയും മറ്റും പോയെങ്കിൽ മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബോഡി നിലമ്പൂർ ഭാഗത്ത് നിന്ന് ബോഡി എടുക്കാനുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരിക്കേറ്റതായിരിക്കുന്ന സുരേഷിനെ അടിയന്തരമായി മെഡിക്കൽ സംഘത്തോടൊപ്പം പോയി അദ്ദേഹത്തിന് അവശ്യ സർവീസ് കൊടുക്കാനും അതോടൊപ്പം അദ്ദേഹത്തെ നേരെ ആശുപത്രിയിലേക്ക്, മലപ്പുറം ജില്ലയിൽ അവിടെ നിലമ്പൂർ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ അവരുടെ അനന്തര നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ വേണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പോഴും സംഭവം നടന്നതായിരിക്കുന്ന സ്ഥലത്തേക്കും പരിക്ക് പറ്റിയ സുരേഷിനെ കാണാനും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്യാം. ശരി 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 വളരെ നന്ദി ശ്രീ ടി സിദ്ദീഖ് MLA, താങ്കൾക്ക് അറിവുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്.